ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പനീർ പുലാവാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ 250 ഗ്രാം, ഗ്രീൻ പീസ് 1 കപ്പ്, സവോള വലുത് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 2 അല്ലി, ഇഞ്ചി ചെറിയൊരു കഷ്ണം, പച്ചമുളക് ഒരെണ്ണം, ബേ ലീഫ് ഒരെണ്ണം, ഏലക്ക 3 എണ്ണം, ഗ്രാമ്പു 3 എണ്ണം, കറുവപ്പട്ട 2 ചെറിയ കഷ്ണം, ജീരകം 1/2 ടീസ്പൂൺ, തക്കാളി ഒരെണ്ണം, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ക്യൂമിൻ പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ബസ്മതി റൈസ് 2 കപ്പ്, തൈര് 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ പുലാവ് ഉണ്ടാക്കാൻ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ബേ ലീഫ്, പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ജീരകം 1 ടീസ്പൂൺ, ഏലക്ക, ഗ്രാമ്പു ഇത്ര എന്നിട്ട് കൊടുക്കാം. അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് 1 പച്ചമുളകും ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 2 എണ്ണവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഒന്ന് ചതച്ചെടുത്ത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഈ സമയത്ത് നമ്മൾ ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിരാൻ വെക്കണം. നമുക്കിതിലേക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല, ഗ്രീൻ പീസും പനീറും മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ആദ്യം ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടിയിലൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്തുടയണം. നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അപ്പം നന്നായിട്ട് വെന്തുടയും. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണയോ നെയ്യോ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതൊന്ന് പാത്രത്തിൽ മൊത്തം ഒന്ന് ചുറ്റിക്കുക. നമ്മുടെ പനീർ ഓരോന്നായിട്ട് പെറുക്കി വെച്ച് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് തിരിച്ച് മടിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോഴേക്കും ഇത് നല്ല ഡ്രൈ ആവും. പനീറൊക്കെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം.
നന്നായിട്ടായിട്ടുണ്ട് എല്ലാ വശവും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മസാലയ്ക്കുള്ള ഉപ്പുകൾ മൊത്തം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചേക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന ബസ്മതി റൈസ് വെള്ളം കളഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് നമുക്ക് ചൂടുവെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കുക. അല്പം ഉപ്പും കൂടെ വേണം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി 1 വിസിൽ വരുന്നിടം വരെ മൂടി വെച്ച് വേവിക്കാം. 1 വിസിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് തുറക്കാം. അപ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ടാവും. മീഡിയം തീയിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് തുറക്കാം. അല്ല, നല്ലതായിട്ട് വെന്ത് ഒന്ന് കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. റൈസ് നല്ല വിട്ട് കിടപ്പുണ്ട്. ഇനി ഒന്നും ചെറുകടിയിൽ വെള്ളമോ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ല സലാഡ് ഉണ്ടെങ്കിൽ ഇതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഇപ്പം വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പനീർ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്